Hello guys, welcome back to Edgeboard. Once again, it's me, Sir Sabin, your economics teacher. അപ്പോൾ അങ്ങനെയാണ് ഏതാ 12ാമതായിട്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണോ സാർ അത്രയും ഷുവർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നോക്കിക്കോളൂ. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് വരും. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് പരീക്ഷ നിങ്ങൾക്ക് വരാമോ എന്ന ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ ആ ചോദ്യം എന്താണെന്നുള്ള ആകാംക്ഷ ഞാൻ പറയാൻ നിൽക്കുന്നില്ല. സംഗതി വളരെ സിമ്പിളാണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന 5ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മൾ ഇതിലിരുന്ന് ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ എക്കണോമിക്സിലെ. അപ്പം മൈക്രോയിലെ 5ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലേ, മാർക്കറ്റ് ഇക്വിലിബ്രിയം, അതിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ് കേട്ടോ. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം എന്താ ചെയ്യേണ്ടത്. പക്ഷേ ഡയറക്റ്റായിട്ട് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് തരാം. അപ്പോൾ ഈ ഒരു ഇൻഡയറക്റ്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യനാണ് ഞാനോട് തന്നിരിക്കുന്നത്. നോക്കിക്കോട്ടോ. സപ്പോസ് ദ ഇക്വിലിബ്രിയം പ്രൈസ്, അതായത് പി സ്റ്റാർ എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? റബ്ബർ ഈസ് 150. പി സ്റ്റാർ നമുക്ക് തന്നിട്ട് 150 ആണ് തന്നിട്ടുണ്ട്. ആ സമയത്ത് 150 പെർ കിലോഗ്രാം അല്ലേ, അത് എഴുതിയേക്കാം. ദെൻ ഗവൺമെൻറ് ഇൻ്റർവീൻ ദ മാർക്കറ്റ്, അതായത് എന്താ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഇടപെടുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഫിക്സ് എ പ്രൈസ് 200 പെർ kg എന്ന് വെച്ചാൽ ഗവൺമെൻറ് അവിടെ മാർക്കറ്റിൽ ഇടപെട്ട് പ്രൈസ് കൂട്ടി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെട്ടിട്ട് പ്രൈസ് കൂട്ടുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഇക്വിലിബ്രിയം പ്രൈസ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അവിടേക്ക് എന്താണ്, ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെട്ടിട്ട് പ്രൈസ് കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, നോർമലി അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ സംഭവിക്കും. ഗവൺമെൻറ് ഇടപെട്ട് മാർക്കറ്റിൽ പ്രൈസ് കൂട്ടുന്നത് എന്തായിരിക്കും, അതിന് മിക്കവാറും ഗവൺമെൻറ് സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, നമുക്കിവിടെ സപ്പോർട്ട് പ്രൈസ് അഥവാ സപ്പോർട്ട് പ്രൈസാണ് നമുക്ക് കണ്ടത്. അതായത് താങ്ങുവിലായിരിക്കും ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ അതിന് പറഞ്ഞു തരാണിത് പ്രൈസ് ഫ്ലോർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്, എന്തിനാണ് നമുക്ക് വായിച്ച 2 സെൻറ്റൻസ് വായിക്കുമ്പോഴേക്ക് നമുക്ക് ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, പ്രൈസ് ഫ്ലോർ ആണ്, അഥവാ താങ്ങുവിലയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചിട്ടുള്ളത്, താങ്ങുവില. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിക്കോളൂ, അതായത് ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റിനാണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്. അഗ്രികൾച്ചർ പ്രോഡക്റ്റിന് പൊതുവെ എന്തായിരിക്കും, പൊതുവെ വില കുറവായിരിക്കും ഉണ്ടാവും. അവിടെ റബ്ബർ എത്രയാണ് പെർ കിലോഗ്രാമിലുള്ള 150 രൂപയാണ്. അത് ഗവൺമെൻറ് ഇടപെട്ടിട്ട് എന്ത് ചെയ്തു, പ്രൈസ് കൂട്ടിയിട്ട് എത്രയാക്കി മാറ്റി, അത് പുതിയ പ്രൈസ് P1 ആക്കി മാറ്റി. പ്രൈസ് ഫ്ലോർ അല്ലെ, താങ്ങുവിൽ എത്രയാക്കി മാറ്റി, 200 പെർ കിലോഗ്രാം ആക്കി കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു. നെയിം ദ സ്ട്രാറ്റജീൻ്റെ പേര് നമുക്ക് കിട്ടിയെന്താണ്, പ്രൈസ് ഫ്ലോർ ആണ്, അഥവാ തറവില എന്ന് പറയും. എന്താ പറയുക, പ്രൈസ് ഫ്ലോർ, താങ്ങുവില നമുക്ക് എന്താ പറയാം, തറവില എന്ന് നമുക്ക് പറയാം. ഓക്കെ, തറവിലാണ് നമുക്ക് വരുന്ന സ്റ്റാൻഡേർഡ്. ദെൻ എഫക്ട്സ് ഓഫ് ദ സ്ട്രാറ്റജി, ഈ സ്ട്രാറ്റജിയുടെ മെയിൻ ആയിട്ടുള്ള എഫക്റ്റുകൾ നമുക്ക് എന്താണ്, ഇതുകൊണ്ടാണ് നേട്ടങ്ങളും അതേപോലെ കോട്ടങ്ങളുമാണ്. അത് നിങ്ങളൊന്ന് റെഫർ ചെയ്തിടണം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡയഗ്രാം എങ്ങനെയെന്ന് വരച്ച് നോക്കാം. അപ്പോൾ നോക്കിക്കൊള്ളണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ മലയാളം കൊടുത്തിട്ടുണ്ട്, അതേപോലെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചിത്രം വരക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ വരക്കാൻ പോകണേ. യെസ്, ഞാനിവിടെ ആദ്യം വരക്കാൻ പോകുന്നത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് കർവും അതേപോലെ ഞാൻ അടുത്ത് വരക്കുന്ന സപ്ലൈ കർവാണ്. അപ്പോൾ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇത് നമ്മുടെ സപ്ലൈ കർവ്, ഇത് നമ്മുടെ ഡിമാൻഡ് കർവ്. ആ സമയത്ത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലേ. ആ ഇക്വിലിബ്രിയം പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കാണ്. യെസ്, ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. നോക്കിക്കൊള്ളടാ. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് സമയത്ത് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ നമ്മൾ കൊടുത്തു. ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയും ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും ഈക്വൽ ചെയ്യുന്ന ഭാഗത്തിന് ക്വാണ്ടിറ്റിക്ക് പറഞ്ഞതാണ് ക്യൂ സ്റ്റാർ, അഥവാ ഇവിടെയാണ് നമ്മൾ ക്വാണ്ടിറ്റി കാണിക്കുക അല്ലേ, അളവ് നമ്മൾ കാണിക്കുക, വസ്തുവിൻ്റെ അളവ്. ദെൻ ഇവിടെ നമ്മൾ എന്താ കാണിക്കുക, പ്രൈസാണ് കാണിക്കുക അല്ലേ, വൈ ആക്സിൽ പ്രൈസ് കാണിക്കുക. അപ്പോൾ ഞാനവിടെ കൊടുത്തു പി സ്റ്റാർ എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം പ്രൈസാണ് തന്നിരിക്കുന്നത്. ഇക്വിലിബ്രിയത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഇ എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ടും കൊടുത്തു അല്ലേ. ഈ സമയത്ത് പി സ്റ്റാർ നമുക്കറിയാം, പി സ്റ്റാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 150 പെർ കിലോഗ്രാം. 150 പെർ കിലോഗ്രാം ആണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, ഗവൺമെൻറ് ഇൻ്റർവീൻ എന്ന് വെച്ചാൽ എന്താണ്, ഗവൺമെൻറ് മാർക്കറ്റിൽ എന്ത് ചെയ്തു, ഇടപെട്ടു, ഇൻ്റർവീൻ ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെട്ട് കഴിഞ്ഞു. അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഇടപെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നോർമലി ഓക്കെ പ്രൈസ് ഹൈക്ക് ഉണ്ടാവും. എന്താണ്, പ്രൈസ് ഹൈക്ക് ഉണ്ടാവും. പ്രൈസ് ഹൈക്ക് എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടുന്നു എന്നർത്ഥം. പ്രൈസ് കൂടുന്നുണ്ടല്ലോ. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നോർമലി ഇക്വിലിബ്രിയം പ്രൈസ് ഓക്കെ എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം പ്രൈസ് കൂടും. ഇക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം പ്രൈസും കൂടും. അതാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇക്വിലിബ്രിയം പ്രൈസിൽ വരുന്ന മാറ്റം എന്നുള്ളത്. ഗവൺമെൻറ് ഇടപെട്ട് എന്ത് ചെയ്തു, പ്രൈസ് കൂട്ടി അല്ലേ. പ്രൈസ് കൂട്ടി, ഇതാണ് ലെവൽ, പ്രൈസ് ലെവൽ കൂട്ടി, ഇതാണ് ലെവൽ കൊടുത്തു. അങ്ങനെ ലെവൽ കൂട്ടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പോയിന്റ് മാറ്റം വരും. അല്ലടാ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. നമ്മൾ തൊട്ട് താഴത്തേക്ക് വരക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിമാൻഡ് എന്ത് ചെയ്തു, ഡിമാൻഡ് കുറഞ്ഞു. നോക്കിയാൽ നിങ്ങൾ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് കുറഞ്ഞു. പക്ഷേ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കൂടുതൽ പ്രൈസ് കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്തു, സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അഥവാ കർഷകർ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക ചെയ്തത്, അഥവാ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ കൂടുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടെ നോർമലി ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്താണ്, ഇവിടെ നോർമലി ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് എക്സസ് സപ്ലൈ. എന്തുണ്ടാകുന്നത്, എക്സസ് സപ്ലൈ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അമിതമായ പ്രധാനം ഉണ്ടാകുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സപ്ലൈ ഡിമാൻഡിനേക്കാൾ വലിയതായിട്ട് മാറുന്ന ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. ആ ഒരു ചേഞ്ച് നമുക്ക് ഇവിടെ കാണിച്ചത് എന്താണ്, എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഇവിടെയാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ നിന്ന് സംഭവിച്ചത്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻക്രീസ്ഡ് ബട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ഇൻക്രീസ് ബട്ട് ദ
ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഡിക്രീസ്. അത് കൂടി നമുക്കിവിടെ എഴുതാം. ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ, ഓക്കെ, ക്വാണ്ടിറ്റി സപ്ലൈ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്തു, അത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയാണ് ചെയ്തത്, പ്രൈസ് എന്ത് ചെയ്തു, കൂടുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ 3 എഫക്റ്റുകൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 3 ഭാഗമായിട്ടുണ്ടാകുന്ന പ്രൈസ് ഫ്ലോ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് റെഫർ ചെയ്യുക. ദെൻ അങ്ങനെയാണ് നിങ്ങൾക്ക് അടുത്തൊരു ചോദ്യം വരുന്നത്. എങ്ങനെയാണ് ഇതേപോലെ വരുന്ന ചോദ്യമുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ ചെയ്ത് വെച്ചതാണ് പ്രൈസ് ഫ്ലോർ ആണ് ചെയ്ത് വെച്ചത് അല്ലേ, പ്രൈസ് ഫ്ലോർ ആണ് ചെയ്ത് വെച്ചത്. അങ്ങനെ അവസാനം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം, പ്രൈസിൻ്റെ പേര് വഴി PF എന്ന് കൊടുക്കട്ടോ, ഫ്ലോർ പ്രൈസ് ആണെന്നുള്ള കാര്യം കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, അത് പക്ക അലൗഡാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ചോദ്യം വരുന്നത്. എങ്ങനെയാണ് ഇല്ലസ്ട്രേറ്റ് ഗ്രാഫിക്കലി പ്രൈസ് ഫിക്സേഷൻ ആക്ഷൻ ഗവൺമെൻറ്. ഓക്കെ, പ്രൈസ് ഫിക്സേഷൻ ആക്ഷൻ ഓഫ് ഗവൺമെൻറ് പറഞ്ഞാൽ എന്താണ് വിലക്കയറ്റിൽ നിന്ന് ഉപയോക്താക്കളെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് വില നിശ്ചയിക്കൽ നടപടി. എന്താണ് ഗവൺമെൻറ് വില നിശ്ചയിക്കുന്ന നടപടി. എന്തിനാണ്, പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സ് ഫ്രം ഹ്യൂജ് പ്രൈസ് റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് കൂടുന്നത്. ഓക്കെ, പ്രൈസ് റൈസ് അതിൽ നിന്ന് എന്താണ് ഈ പറഞ്ഞ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവരുന്ന നടപടിയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം നടപടി ഗവൺമെൻറ് ഇടപെട്ടിട്ട് എന്ത് ചെയ്യുന്നത്, പ്രൈസ് കൂടുതലാണ്, ഓൾറെഡി ഉള്ള പ്രൈസ്. ഓക്കെ, അഥവാ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ഹയർ ആണ്. ഓക്കെ, ഹയർ ആണ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെടും. ഗവൺമെൻറ് ഇടപെട്ടിട്ട് എന്ത് ചെയ്യും, പ്രൈസ് കുറക്കും. പ്രൈസ് എന്ത് ചെയ്യും, കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് കുറക്കുന്നുണ്ടല്ലോ, ആ ഒരു നടപടിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് മെയിനായിട്ട്. അതിൻ്റെ പേര് നമുക്കറിയാം പ്രൈസ് സീലിംഗ് എന്ന് പറയാം. എന്താ പറയുക, പ്രൈസ് സീലിംഗ് എന്ന് പറയുക, അഥവാ പ്രൈസ് സീലിംഗ് എന്നാണ് ഞാൻ അതിന് മലയാളത്തിലും പറയാറുള്ളത് അല്ലേ. അപ്പോൾ പ്രൈസ് സീലിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 കോൺസിക്വൻസസ്. അപ്പോൾ ഇതിന് 2 കോൺസിക്വൻസസ് നിങ്ങൾ നോക്കിക്കണം, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ റെഫർ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് നോക്കിക്കണം. അപ്പോൾ ഗ്രാഫ് വരച്ച് പഠിപ്പിക്കാനാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കിക്കോട്ടെടാ, നമുക്കൊരു ഗ്രാഫ് വരച്ച് നോക്കാം, സംഗതി സിമ്പിളാണ്. യെസ്, ഇനി നമുക്ക് മാർക്കറ്റിലെ ഇക്വിലിബ്രിയം പോയിന്റ് മാർക്ക് ചെയ്തേക്കാം. ഇക്വിലിബ്രിയം പോയിന്റ്, ഇക്വിലിബ്രിയം ഡിമാൻഡ് വരച്ച് കഴിഞ്ഞു, ഇക്വിലിബ്രിയം സപ്ലൈ നമ്മൾ വരച്ച് കഴിഞ്ഞു, ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയും ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ വരച്ച് കഴിഞ്ഞു. അത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് നമ്മുടെ എന്ത് വരുന്നു, ഇക്വിലിബ്രിയം പോയിന്റ് വരുന്നു അല്ലേ. ആ ഇക്വിലിബ്രിയം പോയിന്റ് കൂടി നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അതിന് നമ്മൾ Q സ്റ്റാർ എന്ന് പറയുന്നു, ഇക്വിലിബ്രിയം പ്രൈസ് നമ്മൾ P സ്റ്റാർ എന്നും പറയുന്നു അല്ലേ. നമുക്കിവിടെ കൊടുക്കാം ക്വാണ്ടിറ്റി എന്നും ഇവിടെ എന്ത് ചെയ്യാം, പ്രൈസ് എന്നും കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ P സ്റ്റാറും അതേപോലെ തന്നെ Q സ്റ്റാറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇത് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് എന്താണ്, P സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയർ പ്രൈസ് ആണ്. എന്താണ്, ഹയർ പ്രൈസ് ആണ്. ഓക്കെ, ഹയർ പ്രൈസ് ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, ഗവൺമെൻറ് ഇൻ്റർവീൻ. ഓക്കെ, മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഗവൺമെൻറ് ഒന്ന് ഇടപെടും. ഓക്കെ, ദെൻ പ്രൈസ് ഡിക്ലൈൻസ്. പ്രൈസ് എന്ത് ചെയ്യും, കുറക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പ്രൈസ് കുറക്കും. പ്രൈസ് കുറക്കാറ് എന്ത് ചെയ്യും, ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെട്ടിട്ട് പ്രൈസ് കുറക്കും. അപ്പോൾ എന്ത് ചെയ്യും, പുതിയൊരു ലെവലിലേക്ക് പ്രൈസ് മാറാണ് ചെയ്യുന്നത്. നോക്കി നിങ്ങൾ, പുതിയൊരു ലെവൽ പറയുമ്പോൾ P എന്ന് പറഞ്ഞാൽ പുതിയ ലെവലിലേക്ക് മാറാണ്. ആ സമയത്ത് നമ്മുടെ സപ്ലൈ എന്ത് ചെയ്യും, കുറയും. സപ്ലൈ എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ കുറയും. പക്ഷേ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എന്താ ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് കൂടുകയും ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ കുറയുകയുമാണ് ചെയ്യുന്നത്. പ്രൈസ് കുറച്ചപ്പോൾ ഉണ്ടായ മാറ്റമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോർമലി നമുക്കുണ്ടായ മാറ്റം നമുക്കിവിടെ എഴുതിയേക്കാം. എന്താണ്, ഓക്കെ, പ്രൈസ് കുറഞ്ഞു, ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് കൂടി, ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ എന്ത് ചെയ്തു, കുറഞ്ഞു. നമ്മൾ പഠിച്ച ഈ 3 റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. നോർമലി ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ് സിറ്റുവേഷൻ നമുക്കറിയാം, സപ്ലൈ എന്താണ്, കുറവും ഡിമാൻഡ് കൂടുതലാണ്. സപ്ലൈ ഈസ് ലെസ് ദാൻ ഡിമാൻഡിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് ഈ സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, എക്സസ് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക, എക്സസ് ഡിമാൻഡ്. അതായത് നമ്മൾ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യും. കാരണം എന്താണ്, വില കുറഞ്ഞല്ലേ, നമ്മൾ പഠിച്ചിട്ടല്ലേ വില കുറയുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈസ് സീലിംഗ്. എന്താണ്, പ്രൈസ് സീലിംഗ് ആണ് നമ്മൾ ഇതിനെ വിളിക്കാറുള്ളത്. അപ്പോൾ പ്രൈസ് സീലിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ജസ്റ്റ് ഞാൻ പറഞ്ഞത്, പ്രൈസ് സീലിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രൈസ് കുറക്കാണ് ഗവൺമെൻറ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പ്രൈസ് കുറക്കാണ് ചെയ്യുന്നത്, എക്സസ് ഡിമാൻഡ് ഉണ്ടാകുന്ന സിറ്റുവേഷനാണ്. ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യുക, എക്സസ് ഡിമാൻഡിൽ നമുക്ക് വരുന്ന പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് പറയുന്നത്, പ്രൈസ് സീലിംഗ് ആർക്ക് വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത്. പ്രൈസ് സീലിംഗ് എന്താ ഈ ഗവൺമെൻറ് ചെയ്യുന്നത്, പ്രൈസ് സീലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പ്രൈസ് കുറക്കാണ് ചെയ്യുന്നത് അല്ലേ. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്, കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്ത പറഞ്ഞത് എന്താണ്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രൈസ് ഫ്ലോർ ആണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്, പ്രൈസ് ഫ്ലോർ ആണ് പറഞ്ഞത്. എന്താണ് പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തറവില എന്ന് പറഞ്ഞത്. ഇവിടെ എന്താ ചെയ്യുന്നത്, പ്രൈസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അത് ആർക്ക് വേണ്ടിയിട്ടാണ് കൂട്ടുന്നത്, നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അഥവാ നമ്മൾ പറയും ഫേംസിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഫേംസ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, പ്രൊഡ്യൂസേഴ്സ്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ ഈ പ്രൈസ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, നിങ്ങൾ പ്രൈസ് കുറയ്ക്കുകയാണെങ്കിൽ അതെന്താണ്, പ്രൈസ് കുറക്കുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടാണ്, പ്രൈസ് കൂട്ടുകയാണെങ്കിൽ എന്താണ്, ഫേംസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെക്കുക. ഇതൊരു മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടായിരുന്നു, മസ്റ്റായിട്ട് പഠിച്ചുകൊണ്ടായിരുന്നു. ഇനി ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് ഒരൊറ്റ ഗ്രാഫിൽ കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നേ ഉള്ളൂ.
നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത് വരച്ച് പഠിക്കുക എന്നുള്ളതാണ്, ഗ്രാഫ് വരച്ച് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആകെ ചെയ്തേക്കേണ്ട കാര്യം. അപ്പോൾ സപ്ലൈ കർവും ഡിമാൻഡ് കർവും ഈക്വിലിബ്രിയം പോയിന്റ് അല്ലെ, ഈക്വിലിബ്രിയം പോയിന്റ് ഇവിടെ വരുന്നു, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ വരുന്നു. അപ്പോൾ അതിന് നമ്മൾ ക്യൂ സ്റ്റാർ എന്നും ഈക്വിലിബ്രിയം പ്രൈസിനെ പി സ്റ്റാർ എന്നും പറയുന്നു. ഇനി കൂടിയ പ്രൈസ് കൂടുകയാണെങ്കിൽ നമ്മളതിന് എന്താ പറയുക, പ്രൈസ് കൂടുകയാണെങ്കിൽ നമ്മളതിനെ പ്രൈസ് കൂട്ടുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, പ്രൈസ് ഫ്ലോർ എന്നാ പറയുക അല്ലേ. പ്രൈസ് ഫ്ലോർ അപ്പോൾ എന്തായിരിക്കും, സപ്ലൈ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ എന്തായിരിക്കും, സപ്ലൈ കൂടുതലായിരിക്കും ഉണ്ടാവുക, നമുക്കറിയുന്ന കാര്യമല്ലേ. അതേപോലെ തന്നെ ഡിമാൻഡ് എന്തായിരിക്കും, കുറവായിരിക്കും, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറവായിരിക്കും, നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. ഈ നേരെ മറിച്ച് നോക്കുക, പ്രൈസ് ഗവൺമെൻറ് എന്ത് ചെയ്തു, കൂട്ടിന് പകരം ഗവൺമെൻറ് കുറക്കാണ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് കുറയുകയാണ് ചെയ്യുന്നത്. നോക്കിയാൽ നിങ്ങൾ പ്രൈസ് കുറയുമ്പോൾ അതിനുണ്ടായ മാറ്റം കാണിച്ചാൽ നോക്കുക, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. ക്വാണ്ടിറ്റി ഡിമാൻഡിൽ നിന്ന് മാറ്റം ഉണ്ടാവും, ക്വാണ്ടിറ്റി സപ്ലൈയിൽ നിന്ന് മാറ്റം ഉണ്ടാവും ആണല്ലോ. അപ്പോൾ ആ ഒരു റിലേഷൻ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയേക്കുക, വളരെ മസ്റ്റായിട്ട് നോക്കിയേക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം. ഓക്കെ, നിർബന്ധമായിട്ട് നിങ്ങളവിടെ നോക്കി വെച്ചാൽ മതിയാവുള്ളൂ. ആ ഒരു കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രൈസ് ഒന്നും കൂടി അധികം കുറച്ച് നോക്കുക, കുറച്ച് നോക്കുക. അപ്പോൾ വലിയൊരു മാറ്റം വരും നോക്കിക്കൊള്ളണം. അപ്പോൾ പ്രൈസ് ഗവൺമെൻറ് ഇടപെട്ടിട്ട് കുറക്കുകയാണെന്ന് വിചാരിക്കുക. പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ സപ്ലൈ എന്ത് ചെയ്യും, വളരെയധികം കുറയും. ക്വാണ്ടിറ്റി സപ്ലൈ വളരെയധികം കുറഞ്ഞു, അതേപോലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്തു, വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. നോക്കി നിങ്ങൾ വലിയൊരു മാറ്റം ഉണ്ടാകുന്നത് അല്ലേ. പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് സീലിംഗ് ആണ് നടത്തുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ ഗ്രാഫുകൾ വരച്ച് പഠിക്കണം. കാരണം മസ്റ്റായിട്ട് പഠിക്കണവരാണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ തിരിച്ചും മറിച്ചും ചോദ്യം ചോദിച്ചാലും നന്നായിട്ട് ഉത്തരം ചെയ്ത് എല്ലാവർക്കും കൊണ്ട് സാധിക്കട്ടെ. വീണ്ടും അടുത്തൊരു ചോദ്യമായിട്ട് കാണുമെന്ന പ്രതീക്ഷയോടുകൂടി ഇനി നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഉഷാറായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ഉഷാറായിട്ട് നല്ല മാർക്ക് വാങ്ങണം. അപ്പോൾ അതിനുള്ള എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മുടെ 11 ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാൻ എല്ലാവർക്കും കൊണ്ട് സാധിക്കട്ടെ. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബിൻ പി എസ് സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ബൈ.